ഖറാഈത്ത് അംസാണ്. അംസിന് അയിനായിട്ടാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടി പാടില്ല. ഒന്നുകൂടി പാടിയ ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തു ഖാത് ഖറായിതു ബുൽദാനിൽ അഇസ്സാഇ ബിതമീ. ഖറാഈത്ത് എന്ന് പറയുമ്പോ അംസും അല്ല അയിനും അല്ല. അംസ് പറഞ്ഞാൽ തൊണ്ടയുടെ താഴെയായിട്ട് അംസ് ഹ അയിന് ഹ ഗൈന് ഹ. കറക്റ്റ് അറബി കവിതകൾ പാടുമ്പോൾ കൃത്യമായിട്ട് പദങ്ങൾ പറയണം. ഓക്കെ. ഖറാഈത്തു ഓക്കെ. അംസ് പറഞ്ഞ കറക്റ്റ് പാടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തു ഖാത് ഖറായിതു ബുൽദാനിൽ അഇസ്സാഇ ബിതമീ. ഇവിടെ ഖറാഈത്തു അഇസ്സാഇ. എനിക്ക് ഇന്നലെ അംസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അംസ് ഒരു 60% ശരിയായില്ല. ഓക്കെ. കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഒരു മാഷ് ശ്രദ്ധിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കും. അല്ലാതെ വെറുതെ അങ്ങനെ വിടൂല. ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തു ഖാത് ഖറായിതു ബുൽദാനിൽ അഇസ്സാഇ ബിതമീ. വമൻ ശഖ. അംസ് ഇപ്പോഴും ശരിയായില്ല. അത് ശരിയാക്കണം. ഓക്കെ. ബാക്കി പാടാം. അത് അയിന് പറഞ്ഞിട്ടാവോ പിന്നെ അപ്പന് അംസ് വരുന്നില്ല. അംസ് എന്താ വരാത്തത്? അതറിയില്ല. അത് അംസിന് പകരം ഹാ പോലായിട്ട് വരുന്നു. അതെന്താ വരാത്ത? പണ്ടേ വ്യക്തിക്കായിട്ടാ. അതായത് നമ്മള് സംഗീതത്തില് സ്വരമുണ്ട്. സംഗീതത്തിൽ സ്വരം ഫാത്തിയും ശരിയാണ്ടാവും. അപ്പൊ ഒരുപാട് കുട്ടികൾ അറബി പദ്യം പഠിച്ചിട്ട് അവസാനം ഫാത്തി ശരിയായിട്ടുണ്ട്. അംസ ചെയ്യാം. അപ്പൊ അംസ ശരിയാക്കണം. ഓക്കെ. അംസ ശരിയാക്കണം. ഒരു 60% അംസ ശരിയായിട്ടുള്ളൂ. അംസ ശരിയാക്കാണ് ഞാൻ എനിക്ക് 95 മാർക്ക് കിട്ടൂല. ഓക്കെ. ശരി. അപ്പോ ഇനി ഞാൻ അംസ ശരിയായാലില്ലേ ഞാൻ മുണ്ടൂല കേട്ടോ. ഓക്കെ. ഉമ്മ ഉണ്ടല്ലോ അടുത്ത്. ഉമ്മ ശ്രദ്ധിച്ചോ ശരിയാവുന്നില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ലഹല്ലാഹു അഖ്വാമൻ ബിഹിം ഖത്തലത്തു ഖാത് ഖറായിതു ബുൽദാനിൽ അഇസ്സാഇ ബിതമീ. വമൻ ശഖ അലായിൽ ഖറായിതി ഫീ തജം. വമൻ ശഖ അഅ്ലാ അൽ എന്ന അഅ്ലാ അൽ ഇട്ടിട്ടുണ്ട്. വമൻ ശഖ അഅ്ലാ അൽ ഖറായിത്ത്. അതെങ്ങനെ അങ്ങനെ ഇട്ടത്? അത് ലിറിക്സ് അടക്കം അവിടെ കാണുന്നില്ലേ? ഹർക്കത്ത് ഇട്ടിട്ട്. ഹർക്കത്ത്